ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രെഡ് വെച്ച് വൈകുന്നേരത്തെ നല്ലൊരു ടേസ്റ്റിയായ ഒരു കടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്സാണ്. നമ്മൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയാണ്. ഇതിന് ഞാൻ 5 പീസ് ബ്രെഡാണ് എടുത്തത്. കൂടുതലായിട്ട് വേണമെന്നവർക്ക് അതിൽ കൂടുതൽ 10 പീസ് ബ്രെഡൊക്കെ എടുത്താൽ കൂടുതലായിട്ട് ആവും. ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാനെടുത്ത മസാലയാണ്. ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില, ഒരു പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയാണ്. കൂടുതൽ എരിവാണെന്നവർക്ക് ഒരു 2 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് അത്ര എരിവൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഒരു മുളക് ഞാൻ എടുത്തത്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ബോൾ രൂപത്തിലാക്കിയെടുക്കുന്നത് കൊണ്ട് നല്ല മഷി പോലെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് വട പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ അരച്ച മിക്സഡ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കാൻ വേണ്ടി പോകുന്നത് 1 ടീസ്പൂണ്, വലിയ ടീസ്പൂണാണ് മൈദപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരാൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഞാൻ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കളറിങ്ങിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഈ മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണൻ്റെ കളറ് വേഗം മാറിപ്പോകും. അത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമുക്കിതുപോലെ നന്നായി കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളെ ബോളുകളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിം ആക്കിയാൽ മതിയേ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എണ്ണൻ്റെ കളർ ഇതുപോലെ മാറും. അത് ഓപ്ഷണലാണ്, അത് ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എണ്ണ നമ്മൾ ഒഴിച്ച പോലെ അതേ കളറിൽ തന്നെ നമുക്ക് എണ്ണ തിരിച്ച് കിട്ടും. നമ്മൾ മഞ്ഞളും മുളകൊക്കെ ചേർത്താൽ നമ്മളെ എണ്ണൻ്റെ കളറൊക്കെ ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് മാറും.
അത് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയായ ബ്രെഡ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് സോസ് അതൊക്കെ കൂട്ടി തിന്നാൽ നല്ല രസമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.